ഗുരുവായൂർ ഏകാദശി നാളിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണി നാമജപ സമർപ്പണം നടക്കും. ഗുരുവായൂർ ഏകാദശി എന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം ഗുരുവായൂരിലെ പ്രധാന ആഘോഷമാണ്. ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാദിനമായും ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമായും കണക്കാക്കപ്പെടുന്നു. ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഐശ്വര്യം, രോഗശാന്തി, മനഃശാന്തി എന്നിവ നൽകുമെന്നും വിശ്വാസമുണ്ട്. ഏകാദശി ദിനത്തിന് നിരവധി പ്രാധാന്യങ്ങളുണ്ട്. ദേവഗുരു ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം സർവ്വ ദേവഗണങ്ങളും ഗുരുവായൂരിലുണ്ടായിരിക്കുമെന്ന വിശ്വാസവുമുണ്ട്. ഡിസംബർ 1 ഏകാദശി നാൾ. ഗുരുവായൂർ ഏകാദശി നാളിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണി നാമജപ സമർപ്പണം നടക്കും. ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1 തിങ്കളാഴ്ച. ഏകാദശി വ്രതമെടുത്ത് നാരായണ നാമം ജപിച്ചാൽ വിശ്വാസം സർവ്വ ഐശ്വര്യവും വരുമെന്നാണ് വിശ്വാസം. ഏകാദശി വ്രതമെടുത്ത് അത് ഗുരുവായൂർ ഏകാദശി വ്രതമാണെങ്കിൽ ഫലം ഇരട്ടിക്കും. ഏകാദശി വ്രതം ദിവസം ഡിസംബർ 1 തിങ്കളാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി വ്രതമെടുക്കാനും പിന്നെ ഉപാസനയ്ക്കും പിന്നെ ഒരിക്കൽ വ്രതമെടുക്കാനും അവസരമൊരുക്കുന്നു. ഒരു വർഷത്തിൽ 24 ഏകാദശിയുണ്ട്. അതിൽ 24 ഏകാദശിയും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗുരുവായൂർ ഏകാദശി വ്രതമെടുത്താൽ 24 ഏകാദശി വ്രതത്തിന് ഫലം സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഏകാദശി ദിവസമായ ഡിസംബർ 1 ഏകാദശി വ്രതം എന്ന് പറയുന്നത് ജന്മജന്മാന്തരത്തിലുണ്ടായ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കാനും സുഹൃതമുണ്ടാക്കുവാനുമാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്തർക്ക് ഗോതമ്പ് കഞ്ഞി പ്രസാദമായി നൽകും. ഗുരുവായൂർ ഏകാദശി നാളായ ഡിസംബർ 1 കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഉപാസനയ്ക്കും ഒരിക്കൽ വ്രതം എടുക്കുവാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്താൽ 24 ഏകാദശിയും ഉപാസിച്ച ഫലം കൈവരും എന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.